ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ക്ലാസ് പോകാൻ നോക്കുകയാണെന്ന് ശനിയാഴ്ചയാണ്, പിന്നെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ വീഡിയോ ഞാനിങ്ങനെ എടുത്തെടുത്ത് വരും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കാറില്ല. പിന്നെ എടുക്കുക ഫുള്ളാക്കണം എന്നുണ്ട്. അപ്പം കാണാം ഗൈസ്. എൻ്റെ നല്ല വെപ്പായിരുന്നു, ഞാൻ നമ്മളെ പൊട്ടിക്കറിയുമേ. ഉച്ചകാരമുള്ളൂ, അതുകൊണ്ട് ചോറൊന്നും എടുക്കണ്ട, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. പക്ഷേ വല്ല എംപോസിഷനും കിട്ടി വൈദ്യർമാർ ഇരിക്കേണ്ട വരുമോ എന്ന് എനിക്കറിയില്ല. ടീച്ചറാ എന്നോട് ക്വസ്റ്റ്യനൊന്നും ചോദിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും. എന്തെല്ലാം കാണണം ദൈവമേ. അപ്പോൾ നമ്മൾ ദോശ നോക്കുവാണ്, ദോശയും മീൻ കറിയും. ഇന്നലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴയെല്ലാം പെയ്തു, അതുകൊണ്ട് കുട എടുക്കാണ്ടിരിക്കാനാവില്ല. പിന്നെ സെറ്റപ്പായി വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരം പോയി 8:15. എനിക്ക് 8:35 സ്റ്റേറ്റ്. അതിന് മുമ്പ് ടൗണിലെത്തണം. അപ്പോൾ 2 തുണി കൊടുക്കാനുണ്ട്. ഞാൻ ഉച്ചയായാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. അയ്യോ, ആ കുന്നെല്ലാം കയറും മടുക്കുന്ന കൈസ്. അപ്പം നമുക്ക് വേഗം ചലിക്കാം, വേഗം പറക്കാം. നമുക്ക് ഈ ചെരുപ്പിന് ഒച്ച വരുന്നുണ്ട്. വെള്ളം നനഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് മഴയൊന്നും പെയ്യല്ലേ. ടൗണിലെത്തിയിട്ട് വേണം കഴിച്ച്. മടുത്തപ്പാ, ഇനി അവിടെ 5 മിനിറ്റ് നടക്കാൻ. എത്രയാ നടക്കേ. ബസ്സിലധികം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ടൗണിലെത്തി, പിന്നെ അങ്ങോട്ട് നടന്നുകൊണ്ട് പോകണം. പിന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ കുന്നൂറി എത്തി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11 മണിയാകുമ്പോൾ 3 കൂടെ എനിക്കവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോയി ക്യാൻറ്റീനിൽ പോയിരുന്ന് ഞാൻ ഒരു ചായയും 2 നുറുക്കും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിശന്നോട് ഒരു ചായ ലൈം മേടിച്ച് എന്നിട്ട് ബസ്സിൽ കയറി. എന്നിട്ട് അങ്ങനെ ടൗണിലെത്തി. പിന്നെ വീട്ടിലേക്ക് കഴിക്കാനുള്ള സാധനമൊക്കെ മേടിച്ച് എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി കഴിച്ചു. പൊത്തു ഞാനങ്ങനെ വീട്ടിലെത്തി. ഒരാൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് നമുക്ക് പാല് കൊടുക്കാം. തരും പൂച്ചേ. ഗായ്സ്, എനിക്ക് വേണ്ടി പപ്സ് നോക്കാം ഗൈസ്. എന്ത് കുഞ്ഞാന്ന്. അയ്യോ, ഭയങ്കര പപ്സും ചായയും കുടിക്കാൻ ഗൈസ്. ഇത് പപ്സ് എന്ന് പറയുമോ ദൈവമേ, പേര് എഴുതി ഓടിക്കേണ്ടി വരും. ചത്ത പപ്സ് എടുത്തതിൻ്റെ നിങ്ങൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അപ്പോൾ എഴുതിക്കൊണ്ട് പോകണം. ചോറ് വെക്കണം. അപ്പോൾ അത് നമുക്ക് തീ കത്തിക്കാം. നമ്മൾ തീ കത്തിച്ച് മുയലിന് കുറച്ച് പുല്ലെല്ലാം കുറച്ചിട്ട് തരണം. അമ്മ വീട്ടിലില്ല. അമ്മ രാവിലെ കറിയെല്ലാം ആക്കിയിട്ടാണ് പോയിന്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും ആക്കുമൊന്നും വേണ്ട. അവിടെ രക്ഷപ്പെട്ട് കുറച്ച് പാത്രമെല്ലാം കഴുകാണ്ട്. അങ്ങനെ മുയലിന് പുല്ലെല്ലാം പറിച്ച് ഞാൻ വീട്ടിലുണ്ടായ കക്കിരി കാണിച്ചു തരാം. ഇതാര് നട്ടയാണെന്ന് അറിയില്ല, തന്നെ ഉണ്ടായ കക്കിരിക്കയാണ് ഗൈസ്. ഇത്രയും വണ്ണം വെച്ചു. ഇത് എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ട്.
ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഇവൻ പണിക്ക് വന്നെത്തി, ബ്രദറെ പണിക്ക് പോയി എത്തി. ഇതാരെ ഒച്ച ഉണ്ടാക്കുന്നേ? എവിടെ പോന്നപ്പാ? ചേരം മലയാളം പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് മലയാളത്തിൽ നിന്നേ തുടങ്ങാം. സിമ്പിളായിട്ടുള്ള വേഗം തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള വേഗം തീർക്കാം. ഇതായിട്ട് ചോറ് വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് ഇവന് അൽഫാം, എനിക്ക് ഞാൻ അവരെ കൊണ്ട് ആദ്യം നെയ് റോസ്റ്റ് ഇതിലാണ്. ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മൊത്തം ഒരു തിന്ന് തീർക്കണം കേട്ടാ. അങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നതാണ് ഗൈസ്. അവന് പാല് വെച്ചിട്ട് കുടിക്കാൻ കഴിയില്ലേ. ഇവിടെ വെള്ളം ചൂടാകുന്നു, ഇവിടെ പാല് തളിച്ചു കൊടുക്കണം. അവന് ചിക്കൻ കൊടുക്കാം. അവന് ചിക്കനാ വേണ്ടേ? കുറേ ദിവസമായി കഴിച്ചിട്ട്. ഞാനിങ്ങനെ ചമ്മന്തി മാത്രം വെച്ച് തന്ന ആളാണ്. ചമ്മന്തി നമുക്ക് മസാല ദോശ കഴിക്കാം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഗൈസ് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇതൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ്.